ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെഫ്റ്റ് അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് 1860 കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട ടോപ്പിക്കിലോട്ട് പോവാം. ചാപ്റ്റർ 17 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്, അതായത് ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയുടെ അണ്ടറിലാണ് ഈ തെഫ്റ്റ് എന്നുള്ള ടോപ്പിക്ക് വരുന്നത്. സെക്ഷൻ 378 ടു സെക്ഷൻ 382 ഓഫ് IPC ആണ് തെഫ്റ്റിനെ പറ്റിയിട്ട് ഡീൽ ചെയ്യുന്നത്. ഈ സെക്ഷൻസിൻ്റെ അണ്ടറിൽ തെഫ്റ്റിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ, അതുപോലെ തെഫ്റ്റ് കമ്മിറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന പണിഷ്മെൻറ്റ്, അതുപോലെ തന്നെ അഗ്രവേറ്റഡ് ഫോംസ് ഓഫ് തെഫ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. സെക്ഷൻ 378 ഓഫ് IPC ആണ് തെഫ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് whoever intending to take dishonestly any movable property out of the possession of any person without that person's consent moves that property in order to such taking is said to commit theft. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി സത്യസന്ധമല്ലാത്ത ഉദ്ദേശത്തോടു കൂടിയിട്ട് മറ്റൊരു വ്യക്തിയുടെ കൈവശത്തിലിരിക്കുന്ന ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആ വ്യക്തിയുടെ സമ്മതം ഇല്ലാണ്ട് എടുക്കുകയോ അതല്ലെങ്കിൽ അത് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ പ്രോപ്പർട്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റുകയോ അതല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി അവിടെ നിന്ന് മൂവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആക്ടിനെ നമുക്ക് തെഫ്റ്റ് എന്ന് വിശേഷിപ്പിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എ എന്നുള്ളൊരു വ്യക്തി ബി എന്നുള്ള തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. ജസ്റ്റ് വെറുതെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ബിയുടെ വീട്ടിലോട്ട്. അങ്ങനെ പോയ സമയത്താണ് ഈ ബിയുടെ ടേബിളിൻ്റെ മുകളിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെൻ ഈ എ എന്നുള്ള വ്യക്തി കണ്ടിട്ടുണ്ടായിരുന്നത്. സോ എ എന്ത് ചെയ്തു, അത് ബിയുടെ സമ്മതമില്ലാണ്ട് ആ പെന്ന് അവിടെ നിന്ന് എടുത്തിട്ട് പോക്കറ്റിലിട്ടു. ആക്ച്വലി ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് തെഫ്റ്റ് ആണ്. കാരണം ബി എന്നുള്ള വ്യക്തിയുടെ സമ്മതമില്ലാണ്ടാണ് എ എന്നുള്ള വ്യക്തി ആ പ്രോപ്പർട്ടി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ആ പ്രോപ്പർട്ടി ആ ടേബിളിൻ്റെ മുകളിൽ നിന്ന് അയാൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ആക്ട് എന്ന് പറയുന്നത് തെഫ്റ്റ് തന്നെയാണ്. കാരണം അയാളത് ഡിസോണസ്റ്റ്ലി ആണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. അയാൾക്കൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. അതായത് അയാൾ സത്യസന്ധമല്ലാത്ത ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ബി എന്നുള്ള വ്യക്തിയുടെ ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിരുന്ന പെന്ന് അയാളെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. സോ ബി എന്ന വ്യക്തിയുടെ സമ്മതമില്ലാണ്ട് ബിയുടെ കയ്യിൽ നിന്ന് ബിയുടെ പൊസഷനിൽ നിന്ന് ആ പെന്നിനെ എ റിമൂവ് ചെയ്തത് വഴി എ ഇവിടെ തെഫ്റ്റാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. സോ എസെൻഷ്യൽസ് ഓഫ് തെഫ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ഇന്റൻഷൻ ടു ടേക്ക് ഡിസോണസ്റ്റ്ലി. രണ്ട്, അത് മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. മൂന്ന് എന്ന് പറയുന്നത് അത് പൊസഷനിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നായിരിക്കണം എടുത്തു മാറ്റേണ്ടത്. നാല് എന്ന് പറയുന്നത് വിത്തൗട്ട് കൺസെന്റ്, ആ പൊസഷനിലിരിക്കുന്ന വ്യക്തിയുടെ സമ്മതം ഇല്ലാണ്ടായിരിക്കണം അത് റിമൂവ് ചെയ്യേണ്ടത്. അഞ്ച് എന്ന് പറയുന്നത് മൂവ് സച്ച് പ്രോപ്പർട്ടി ഫോർ ടേക്കിംഗ്, അത് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ പ്രോപ്പർട്ടി മൂവ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. സെക്ഷൻ 378 ഓഫ് IPCയുടെ അണ്ടറിൽ 5 എക്സ്പ്ലനേഷൻസും കൂടി കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് tree is an immovable property but it becomes movable after severance. It means after severance property becomes subject matter of theft. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു മരം എന്ന് പറയുമ്പോൾ അതിനെ നമ്മളൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഭൂമിയിൽ നിൽക്കുന്ന ഒരു മരത്തിനെ നമ്മളൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ എപ്പോൾ ആ മരത്തിനെ നമ്മൾ ലാൻഡിൽ നിന്ന് വിച്ഛേദിച്ചു, അതല്ലെങ്കിൽ ലാൻഡിൽ നിന്ന് മുറിച്ചു മാറ്റി, ആ നിമിഷം തൊട്ട് ആ മരത്തിന് അതല്ലെങ്കിൽ ആ മുറിച്ചു മാറ്റപ്പെട്ട മരത്തിന് നമ്മളൊരു മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ള ഒരു മരത്തിനെ നമ്മൾ തെഫ്റ്റിൻ്റെ ഒരു സബ്ജക്ട് മാറ്റർ ആയിട്ട് കണക്കാക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ കട്ട്സ് ഡൗൺ എ ട്രീ ഓൺ സെഡ്സ് ലാൻഡ്. സെഡ് എന്നുള്ള പേഴ്സന്റെ പറമ്പിലുള്ള ഒരു മരത്തിനെ എ എന്നുള്ള വ്യക്തി മുറിച്ചു മാറ്റുകയാണ്. അയാൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മുറിച്ചു മാറ്റുന്നത് എന്ന് വെച്ചാൽ ആ സെഡിന്റെ പെർമിഷൻ ഇല്ലാണ്ട് സെഡിന്റെ ലാൻഡിൽ നിന്ന് ആ മരം
ഡിസോണസ്റ്റ്ലി കടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടും ആയിരുന്നു. സോ ആ മരത്തിനെ എപ്പോൾ ലാൻഡിൽ നിന്ന് മുറിച്ചു മാറ്റി ആ നിമിഷം തൊട്ട് എന്നുള്ള വ്യക്തി തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എ മൂവിംഗ് എഫക്ട് ബൈ ദ സെയിം ആക്ട് വിച്ച് അഫക്ട്സ് സെവറൻസ് മേ കോൺസ്റ്റിറ്റ്യൂട്ട് തെഫ്റ്റ്. അതായത് ലാൻഡിൽ നിന്ന് ഈ മരത്തിനെ വിച്ഛേദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റും തെഫ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു മരത്തിനെ മുറിച്ചു മാറ്റുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമിയിൽ നിന്ന് ആ മരത്തിനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റിനെയും തെഫ്റ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ സെയിൽ ഓഫ് സ്റ്റാൻഡിങ് ട്രീ ഈസ് നോട്ട് തെഫ്റ്റ്. അതായത് ഒരു ഭൂമിയിൽ നിൽക്കുന്ന ഒരു മരത്തിനെ വിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെഫ്റ്റ് അല്ല. ബട്ട് ക്യാരിയിങ് എവേ ഓഫ് ദം ആഫ്റ്റർ ഫോളിങ് ഡൗൺ ഈസ് തെഫ്റ്റ്. പക്ഷേ ആ മരം മുറിച്ചിട്ട് ആ മരം വീണതിന് ശേഷം അതിനെ എടുത്ത് കൊണ്ടുപോകുന്നത് തെഫ്റ്റായിട്ട് കണക്കാക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നിൽക്കുന്ന ഒരു മരം സെയിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും തെഫ്റ്റ് അല്ല. ബട്ട് ആ മരം വെട്ടിയിട്ടതിന് ശേഷം ആ മരം എടുത്തു കൊണ്ടുപോകുമ്പോൾ ആ എടുത്തു കൊണ്ടുപോകുന്ന പ്രവൃത്തിയെ നമുക്ക് തെഫ്റ്റായിട്ട് കണക്കാക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് there are three modes of moving property. ഒരു പ്രോപ്പർട്ടി ചലിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് മൂന്ന് തരത്തിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ബൈ ആക്ച്വൽ മൂവിങ്, അതായത് ശരിക്കും അതിനെ ചലിപ്പിക്കുക. അതായത് ഇപ്പോൾ ഒരു റിങ് എനിക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് വേറൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു റിങ് എനിക്ക് മോഷ്ടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ആ റിങ് എടുത്തിട്ട് എൻ്റെ പോക്കറ്റിൽ ഇടുന്ന തരത്തിൽ ആയിരിക്കാം. രണ്ട് എന്ന് പറയുന്നത് ബൈ സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം എനി അതർ തിങ്. ഇപ്പോൾ ഒരു മരത്തിൻ്റെ കേസ് ഇരിക്കുകയാണെന്ന് വെക്കുക, അതായത് ഒരു മരം മോഷ്ടിക്കാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ മരത്തിനെ ലാൻഡിൽ നിന്ന് മുറിച്ചു മാറ്റുകയാണ്, അതായത് വേറൊന്നിൽ നിന്ന് വേർപെടുത്തുകയാണ്. മൂന്നാമതായിട്ട് ബൈ റിമൂവിങ് ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് പ്രിവെന്റഡ് ഇറ്റ് ഫ്രം മൂവിങ്. ഒരു സാധനം ചലിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ തടസ്സത്തിനെ റിമൂവ് ചെയ്തുകൊണ്ട് ഞാൻ ആ പ്രോപ്പർട്ടി മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു മരം മുറിച്ച് കൊണ്ടുപോകുന്നത് തടയാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഒരു വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വേലി പൊളിച്ച് മാറ്റിയിട്ട് മരം മുറിക്കുകയാണ്. സോ അതാണ് മൂന്നാമത്തെ ഒരു എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഒരു പ്രോപ്പർട്ടി മൂവ് ചെയ്യുന്നത് മൂന്ന് വേയിലൂടെയാണ്. ഒന്ന് ആക്ച്വലി മൂവ് ചെയ്യാണ്, രണ്ട് എന്ന് പറയുന്നത് അതിനെ സെപ്പറേറ്റ് ചെയ്യാണ്, മൂന്ന് എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ തടസ്സത്തിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ്. ഫോർത്ത് എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഇഫ് യു മൂവ് ആൻ ആനിമൽ ദെൻ യു ആർ മൂവിങ് ഓൾ ദി തിങ്സ് വിത്ത് ദ ആനിമൽ. നമ്മളിപ്പോൾ ഒരു മൃഗത്തിനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ചലിപ്പിക്കുന്നതെങ്കിൽ ആ മൃഗത്തിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ആ സാധനത്തിനെ നമ്മൾ കൂടെ ചലിപ്പിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ മീറ്റ്സ് എ ബുള്ളർ ക്യാരിങ് എ ബോക്സ് ഓഫ് ട്രഷർ. എ എന്നുള്ള വ്യക്തി ഇങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പോൾ നടന്നു പോണ സമയത്ത് അയാൾ ഒരു നാൽക്കാലിയെ കാണുമായിരുന്നു. ആൻഡ് ആ നാൽക്കാലിയുടെ പുറത്ത് ഒരു നിധി ഉണ്ട്, അതായത് ഒരു ട്രഷർ ബോക്സും ഇരിക്കുന്നുണ്ട്. അയാളപ്പോൾ എന്ത് ചെയ്തു, ഈ ബുള്ളക്ക് ആക്ച്വലി പോകേണ്ട വഴിയിൽ നിന്ന് ആ ബുള്ളക്കിനെ വേറൊരു സ്ഥലത്തേക്ക് അങ്ങ് ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ഈ ഡൈവേർട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ മൃഗത്തിൻ്റെ, അതായത് ആ നാൽക്കാലിയുടെ പുറത്തുള്ള ട്രഷർ കട്ടെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. സോ ഇയാൾ ഡൈവേർട്ട് ചെയ്തിട്ട് ഏത് നിമിഷം തൊട്ട് ആ ബുള്ളക്ക് ആ മറ്റു വഴിയിലൂടെ പോകാൻ തുടങ്ങി ആ നിമിഷം തൊട്ട് ഈ പേഴ്സൺ ആ ബുള്ളക്കിനെ മാത്രമല്ല നേരെ മറിച്ച് ആ ഒരു ട്രഷർ, ആ നിധിയും കട്ടെടുത്തതായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കൺസെന്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. സമ്മതം കൊടുക്കുമ്പോൾ ആ സമ്മതം ചിലപ്പോൾ എക്സ്പ്രസ്ലി കൊടുക്കുന്നതാവാം, അതല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി കൊടുക്കുന്നതാവാം. അതായത് ഒന്നെങ്കിൽ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ആക്ച്വലി പ്രകടിപ്പിച്ച് പറഞ്ഞിട്ടുള്ള സമ്മതവും ആയിരിക്കാം. ആൻഡ് ഇറ്റ് മേ എയ്തർ ബൈ എ പേഴ്സൺ ഹു ഹാസ് ദ പൊസിഷൻ ഓർ ബൈ എനി
person having authority. And ആ സമ്മതം കൊടുക്കുന്നത് ആരൊക്കെ ആവാം? ഒന്ന് എന്ന് പറയുന്നത് ആക്ച്വലി ആ സമ്മതം പ്രകടിപ്പിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതല്ലെങ്കിൽ ആ സമ്മതം നൽകാൻ വേറെ ഏതെങ്കിലും അതിന്റെ ആക്ച്വൽ പേഴ്സൺ വഴി അധികാരം ലഭിച്ചിട്ടുള്ള ഒരു ആളുമായിരിക്കാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ യജമാനൻ ഇതിന്റെ ബിഹാഫിലായിട്ട് ആക്ട് ചെയ്യാൻ അധികാരം തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ സമ്മതം കൊടുക്കുകയാണ്. അതായത് ആക്ച്വലി സമ്മതം കൊടുക്കാൻ അർഹതയുള്ള വ്യക്തി വേറൊരു പേഴ്സണ് ആ ഒരു അധികാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയായിരിക്കാം. സോ കൺസെന്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ്ലി ആവാം, ഇംപ്ലൈഡ്ലി ആവാം. ആൻഡ് ആ കൺസെന്റ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ആക്ച്വലി ആ സമ്മതം കൊടുക്കാൻ ആർക്കാണ് അർഹത ഉള്ളത് അയാൾ കൊടുക്കുന്നതാവാം, അതല്ലെങ്കിൽ അയാൾ ആ ഒരു കർത്തവ്യം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള അതിന് മുകളിൽ അതോറിറ്റി ഉള്ള ഒരു വ്യക്തിയും ആവാം. അതാണ് ഫിഫ്ത്ത് എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്നും സെഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേഴ്സൺസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പും ആയിരുന്നു. ആൻഡ് ഈ സൗഹൃദപരമായിട്ടുള്ള ബന്ധത്തിന്റെ മുകളിൽ നമ്മുടെ എ എന്ത് ചെയ്തു? സെഡ് ഇല്ലാത്തൊരു സമയത്ത് എ സെഡിന്റെ ലൈബ്രറിയിൽ പോയി. എന്നിട്ട് സെഡിന്റെ വ്യക്തമായിട്ടുള്ള സമ്മതമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും എ എന്ത് ചെയ്തു? ഈ സെഡിന്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ആൻഡ് അത് തിരികെ വെക്കും എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് എ ഈ ബുക്ക് സെഡിന്റെ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ സെഡിന്റെ പുസ്തകം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെഡിന്റെ കയ്യിൽ നിന്ന് ഈ എക്ക് ഇംപ്ലൈഡ്ലി ഒരു കൺസെന്റ് ഉണ്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് എ ചിലപ്പോൾ ഈ ബുക്ക് അവിടുന്ന് എടുത്തിട്ടുണ്ടാവുമായിരിക്കാം. സോ ആക്ച്വലി ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ്, അതായത് എനിക്ക് അവിടെ ഇംപ്ലൈഡ് കൺസെന്റ് ഉണ്ട് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ എ ആ സെഡിന്റെ ലൈബ്രറിയിൽ നിന്ന് ആ ബുക്ക് എടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ എ മോഷണം നടത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഇല്ലസ്ട്രേഷൻ കൺഫ്യൂഷൻ ആയി എന്ന് തോന്നുന്നു. ഞാൻ ഒന്നും കൂടി പറയാണ്. എ ആൻഡ് സെഡ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഈ എ എന്ത് ചെയ്തു? സെഡ് എന്നുള്ള വ്യക്തി ഇല്ലാത്ത സമയത്ത് സെഡിന്റെ ലൈബ്രറിയിൽ പോയി. ആക്ച്വലി എന്നിട്ട് അവിടുന്ന് ഒരു പുസ്തകവും എടുക്കുകയാണ്. സത്യത്തിൽ അവിടെ എക്ക് എക്സ്പ്രസ് കൺസെന്റ് ഒന്നും നമ്മുടെ സെഡ് കൊടുത്തിട്ടില്ല. അതായത് എൻ്റെ ലൈബ്രറിയിൽ നിന്ന് നിനക്ക് ബുക്ക് എടുക്കാം എന്നൊന്നും പറഞ്ഞിട്ട് എക്സ്പ്രസ്ലി കൺസെന്റ് ഒന്നും സെഡ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ എ എന്താണ് ചിന്തിച്ചിട്ടുള്ളത്? ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി ടേംസിലാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വെക്കാൻ ഉള്ള സമ്മതം എനിക്ക് എന്തായാലും സെഡ് തരും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് എ അവിടുന്ന് ഒരു പുസ്തകം എടുത്തിട്ടുള്ളതെങ്കിൽ എന്റെ ആ ആക്ടിനെ നമുക്കൊരു തെഫ്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ തെഫ്റ്റിന്റെ പണിഷ്മെന്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 379 ഓഫ് IPCയിലാണ്. അതായത് തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3 വർഷം വരെ നീളാവുന്ന ഇംപ്രിസൺമെന്റ്, അതല്ലെങ്കിൽ പിഴ, അതല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടാൻ അയാൾക്ക് യോഗ്യത ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അഗ്രവേറ്റഡ് ഫോംസ് ഓഫ് തെഫ്റ്റിനെ പറ്റിയിട്ട് നോക്കാം. ആദ്യമായിട്ട് സെക്ഷൻ 380. മനുഷ്യന്മാർ താമസിക്കുന്നതോ അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി സ്റ്റോർ ചെയ്യുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും കെട്ടിടത്തിലോ അതല്ലെങ്കിൽ കൂടാരത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഷിപ്പിലോ ഏതെങ്കിലും ഒരു വ്യക്തി തെഫ്റ്റ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒന്നെങ്കിൽ IPCയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇംപ്രിസൺമെന്റ്, അതല്ലെങ്കിൽ 7 വർഷം വരെ നീളാവുന്ന ഇംപ്രിസൺമെന്റ് ആൻഡ് പിഴയാണ് പണിഷ്മെന്റ് ആയിട്ട് ലഭിക്കുക. അടുത്തതായിട്ട് സെക്ഷൻ 381. അതായത് ഒരു ഗുമസ്തനോ അതല്ലെങ്കിൽ വേലക്കാരനോ അതല്ലെങ്കിൽ ഒരു ഗുമസ്തന്റെയോ വേലക്കാരന്റെയോ പദവിയിൽ ജോലി ചെയ്യുന്നവൻ തൻ്റെ യജമാനന്റെ അതായത് തൻ്റെ മാസ്റ്ററുടെയോ അതല്ലെങ്കിൽ തൻ്റെ തൊഴിൽ ഉടമയുടെയോ കൈവശമുള്ള ഏതെങ്കിലും വസ്തുവകകൾ സംബന്ധിച്ച് മോഷണം നടത്തിയാൽ അയാൾക്ക് ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉള്ള അത്രയും ടേം ഇംപ്രിസൺമെന്റ് ആയിട്ട് ലഭിക്കും, അതല്ലെങ്കിൽ
that may extend to 7 years. അത് 7 വർഷം വരെ നീളാനും സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അയാൾക്ക് പിഴയും ലഭിക്കും. ഇതാണ് അങ്ങനെയുള്ള ഒരാൾക്ക് പണിഷ്മെന്റ് ആയിട്ട് ലഭിക്കുന്നത്. അടുത്തതായിട്ട് സെക്ഷൻ 382. സോ സെക്ഷൻ 382 പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, മോഷ്ടിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ മോഷണം നടത്തിയ ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മോഷ്ടിച്ച മുതൽ കൈവശം വെക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരാളെ കൊല്ലാനോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉപദ്രവിക്കാനോ തയ്യാറെടുത്തുകൊണ്ട് ഒരാൾ മോഷണം നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവിനും അതുപോലെ തന്നെ പിഴയും കൊടുത്തുകൊണ്ട് ശിക്ഷിക്കപ്പെടാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ മൂന്നെണ്ണമാണ് അഗ്രവേറ്റഡ് ഫോംസ് ഓഫ് തെഫ്റ്റ് എന്ന് പറയുന്നത്. 380 ഡ്വെല്ലിംഗ് ഹൗസിലൊക്കെ തെഫ്റ്റ് നടത്തുന്നത്, 381 ക്ലർക്കോ അല്ലെങ്കിൽ സെർവൻസോ നടത്തുന്ന തെഫ്റ്റും ആൻഡ് 382 മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ കൊല്ലാനോ അതല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കാനോ പ്രിപ്പറേഷൻ നടത്തുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കേസ് ലോസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്യാരിലാൽ ഭാർഗവ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ആണ്. അതായത് ഈ കേസിൽ കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതായത് പ്രതിഫലം ലഭിച്ചതിന് ശേഷം മോഷ്ടിച്ച ആർട്ടിക്കിൾ തിരികെ കൊടുക്കാം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഒരു വ്യക്തി ഒരു സാധനം തെഫ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ആക്ടിനെ നമ്മൾ തെഫ്റ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ പറയില്ല, കുട്ടീനെ തട്ടിക്കൊണ്ടതിന് ശേഷം 5 ലക്ഷം രൂപ തന്നാലേ കുട്ടിയെ തിരികെ തരുള്ളൂ. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആക്ച്വലി അതുപോലുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രതിഫലം ലഭിച്ചതിന് ശേഷം താൽക്കാലികമായിട്ട് എടുത്തിട്ടുള്ള പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള തെഫ്റ്റ് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് സമയത്തേക്ക് അതിന്റെ ആക്ച്വൽ ഓണർക്ക് ഒരു wrongful ലോസ് വന്നിട്ടുണ്ട്. സോ ടെമ്പററി ടേക്കിംഗ് ഓഫ് ആൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നതും ഒരു തെഫ്റ്റ് തന്നെയാണ് എന്നാണ് ഇവിടെ ഹെൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കാനുള്ളത് അവതാർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണ്. ഈ കേസിൽ കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രിസിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് IPCയുടെ അണ്ടറിൽ വരുന്ന തെഫ്റ്റ് അല്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.